ഒരു യാത്രയൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് എഴുന്നേറ്റത്. ഇപ്പോൾ സമയം 10:30 നോർമലി ഈ സമയത്തൊക്കെ ഞാൻ എണീക്കാറ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കണക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇതിപ്പോൾ ഓണാക്കിയത്. ഡേ ഇൻ മൈ ലൈഫാണ്. വലിയ പ്രൊഡക്റ്റീവൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും പോയി. അച്ഛനാണെങ്കിൽ ജോലിക്ക് പോയി. അമ്മ ഏതാണ്ടൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നെ വിളിച്ചായിരുന്നു, അമ്മ ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ അതിന് പോയി, പപ്പയും ജോലിക്ക് പോയി. സോ ബാക്കി നമുക്ക് വഴിയെ കാണാം എന്തൊക്കെയാണ് എൻ്റെ ഡേയിൽ നടക്കുന്നതെന്നും. ഒറ്റയ്ക്കായതൊരു സുഖമില്ല വീഡിയോയിൽ. അതാ അച്ഛനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പറയും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നേരമല്ല, ജസ്റ്റ് പല്ല് കഴിക്കണം, ഫ്രഷ് ആവണം. ആദ്യം ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ഉള്ളതാണ് ടാസ്ക്. കുറച്ച് നേരം പഠിക്കണമെന്നൊക്കെ ഉണ്ട്. ലീവല്ലല്ലോ, അപ്പം അതിൻ്റെ ഇത് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ട്, പ്രാക്ടിക്കൽ നോട്ട്സൊക്കെ. അപ്പം അതൊക്കെ എടുത്ത് നോക്കണമെന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, അതെടുത്ത് നോക്കണം. കുറച്ചൊക്കെ എഴുതാനുണ്ട്, കുറച്ച് പണികളുണ്ട്. അപ്പോൾ ബാക്കി അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ കണ്ണുകൂടാല്ലേ ബ്രഷ് ചെയ്തു, ഫ്രഷായി താഴെ വന്നു. കിച്ചണിലാണിപ്പോൾ ചായ ചൂടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി. ചായ അമ്മ ഇട്ട് വെച്ചത് കഴിഞ്ഞ് ഇത്തിരി പഞ്ചസാര ഇട്ട് ചൂടാക്കി എടുക്കാം. നോമ്പ് തുടങ്ങുക നമ്മുടെ. അപ്പോൾ നോമ്പ് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ എൻ്റെ ചായയൊക്കെ നിൽക്കും. തവണയും ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, കഴിഞ്ഞ തവണയും നോക്കി, ഇത്തവണയും നോക്കണം. നോമ്പ് നോക്കുമ്പോൾ നമ്മൾ പാല് വർഗ്ഗങ്ങൾ എല്ലാവരും അങ്ങനെയായാലും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല. പാല്, മുട്ട, മീൻ, ഇറച്ചി ഒക്കെ. പിന്നെ ചിലവർ ഉപവാസം എടുക്കും. അതിനുള്ള ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്ത ദിവസം കുഴഞ്ഞവിടെയും ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കാനായിട്ടുള്ളൂ എനിക്ക്. അതുകൊണ്ട് ഉപവാസമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒക്കെ അങ്ങനെ കഴിക്കാൻ വന്നിരുന്നു, എന്താണെന്ന് നോക്കാം. പുട്ട് എല്ലാം ഞാൻ കഴിക്കാറില്ല. ഓക്കെ, ആരും കാണണ്ട. ഓ, ചാടിപ്പോയി. ഞങ്ങൾ പുട്ട് പൊടിച്ചു. ഞാൻ പുട്ട് പൊടിച്ചു. ഇനി ഇതിനകത്ത് എന്ത് ആഡ് ചെയ്യണമെന്നുള്ളതാണ്. പപ്പടമുണ്ട്, പഴമുണ്ട്, പഞ്ചസാരയുണ്ട്. പഴം വെച്ച് കഴിക്കാം, പഴവും പപ്പടവും വെച്ച് കഴിക്കാം.
കഴിക്കണം, വേണ്ട പഴം വെച്ച് മോറീസ് വെച്ച് കഴിക്കും. ഇതിന് ഞങ്ങളുടെ ഇവിടെ മോറീസ് എന്നാണ് പറയാറ്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മോറീസ് മുടി ഒന്ന് ഒതുക്കി കിട്ടിയപ്പോൾ എനിക്ക് മുടി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. ചുമ്മാ മുടിയുണ്ട്, താഴുണ്ട്, കുറച്ച് ലൂസായി ഇരിക്കണ്ടായിരുന്നു. ഓക്കെ, വൃത്തികേടാക്കിയെന്ന് തോന്നി. കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ അറിയില്ല, എന്ത് ചെയ്യണോ. എന്തെങ്കിലും പൂച്ചയെ കാണാനില്ല. ഇവിടെ ഒരു പൂച്ച എവിടെ നിന്ന് വന്ന് കയറിയത് ഒരെണ്ണമുണ്ട്. അത് പക്ഷേ എനിക്ക് വീട്ടിൽ കയറ്റുമായിരുന്നു. ഇപ്പം ആരും എന്നെ വീട്ടിൽ കയറ്റാറില്ല. പുറത്തോട്ടേലും കാണാം. പുട്ടിൻ്റെ ടേസ്റ്റ് ഇരിപ്പുണ്ട്, കൊള്ളാം. സോ അതിന് കഴിച്ചിട്ട് അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അപ്പോൾ കാണാം. ഹലോ, അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ റൂമിൽ വന്നേക്കുവാണ്. അപ്പം ഇനി ഈവനിങ് ഞാൻ കുറച്ച് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരു 3 പിള്ളേരുണ്ട്. അതിൽ 2 പേര് കുഞ്ഞു പിള്ളേരാണ്. ഒരാൾ UKG, ഒരാൾ 4th. പിന്നെ ഒരു കുട്ടി 10th. അപ്പോൾ അവൾക്ക് എക്സാം മൺഡേ തൊട്ട് തുടങ്ങുക. അപ്പം അവൾക്ക് ഞാൻ കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷുമാണ് എടുക്കുന്നത് ചാപ്റ്റേഴ്സ്, അല്ല സബ്ജക്റ്റ്. അപ്പോൾ അതിൽ കെമിസ്ട്രി കുറച്ച് ഇന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യണം. അവൾ 6:15 ആകുമ്പോഴേക്കും വരും. അപ്പോൾ അതിന് മുന്നേ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വന്ന് കഴിയുമ്പോൾ അതങ്ങ് കൊടുക്കും. അപ്പോൾ അവളങ്ങ് 3 to 4 ട്യൂഷൻസ് കൂടെ കാണുള്ളൂ ആ കുട്ടിക്ക് ഇനി. കാരണം മൺഡേ എക്സാം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ തലേന്ന് മാത്രമേ ഇനി വരുള്ളൂ, വേറെ ദിവസങ്ങളിലൊന്നും വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇനി വേറൊന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നോക്കി വെക്കണം, എഴുതി വെക്കണം. ഒരു ടെസ്റ്റ് പേപ്പർ കണക്ക് റിവിഷൻ കണക്കൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. മാതാവ് കൊള്ളാവോ? സുന്ദരിയല്ലേ? സുന്ദരി മാതാവ്. എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്നെ കേട്ടോ. അത് നേരത്തെ ഞാൻ റാന്നിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ മാരേജിന് മുന്നേ റാന്നിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനവിടെ ഒറ്റയ്ക്കൊരു റൂമിലിങ്ങനെ, എന്ന് വെച്ചാൽ അതൊരു വെൽനെസ് റിസോർട്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു എൻ്റെ സ്റ്റേ ഒക്കെ. അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാനങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ല, പേടിയാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ അപ്പോൾ ദുസ്വപ്നങ്ങളും അങ്ങനെയൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിയൊക്കെ എഴുന്നേക്കും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ അമ്മ ഒരു തവണ അവിടെ നിൽക്കാൻ വന്നു, റാന്നിയിൽ എൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് വന്നായിരുന്നു. വന്ന സമയത്ത് അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് മാതാവിന്. പക്ഷെ ഇത് വെച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൻ്റെ ആവും, എനിക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടിയായിരുന്നു. നല്ലപോലെ ഉറങ്ങി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം മനസ്സിൻ്റെയാണ് എനിക്കറിയാം, അതിന് ശേഷം എനിക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടി. അവിടെ കുറച്ചിങ്ങനെ പ്രേത കഥകളൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ സൈഡ് എഫക്ട്സ് ആയിരുന്നു അതൊക്കെ. പിന്നെ മാതാവിനെ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വെച്ചേക്കും മാതാവിനെ. പിന്നെ കൊന്തയൊക്കെ കയ്യിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കിടന്ന് ഉറങ്ങുന്നതൊക്കെ. കൊന്ത ചൊല്ലി കിടന്ന് ഉറങ്ങും, അങ്ങനെ ഉറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ മാതാവാണ്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ അതിനെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. അല്ല, അതിനെയല്ലല്ലോ, മാതാവിനെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. ഹെയർ അങ്ങ് ഒത്തിരി ഡ്രൈ ആയതുപോലെ. ഞാൻ ഹെയറിൽ കുറച്ച് ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ നോർമൽ ഹെയർ ആയപ്പോൾ ഇങ്ങനെ കിടന്ന ഹെയറിന് ഞാൻ സ്മൂത്തനിങ് ചെയ്ത് ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആക്കി.
അതിന് ശേഷം മുടി ഒത്തിരി ഡാമേജ് ആയിരുന്നു. എന്നിട്ട് ഞാൻ നല്ല ലെങ്ത്തായിരുന്നു, നല്ല ലെങ്തി ഹെയർ ആയിരുന്നു, ഞാൻ കട്ട് ചെയ്തതായിരുന്നു. ഇപ്പം ഇവിടം വരെ ട്രീറ്റ്മെൻറ്റിന് ഇതുവരെ ഉണ്ട്, ഇനി കുറച്ചുകൂടെ മാറാനുണ്ട് ആ സ്മൂത്തനിങ്ങിൻ്റെ എഫക്റ്റ്. അത് മാറണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണമായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കയറത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തു. ഇപ്പം മുടിയൊക്കെ ഒത്തിരി പൊഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്, പക്ഷെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അതിപ്പോൾ ഹെയർ കളർ അതിന് ശേഷം വീണ്ടും ഹെയർ കളർ ചെയ്തു, അതിൻ്റെ ആയിരിക്കാം. ഇനി ഞാനിങ്ങനെ എണ്ണയൊന്നും തന്നെ തേച്ചിടുന്ന കൂട്ടത്തിലല്ല. എനിക്ക് കുറച്ച് നേരം ഞാൻ എണ്ണ തേക്കും, എണ്ണ തേച്ച് ഉടനെ ഹെയർ വാഷ് ചെയ്ത് കളയും. ഇല്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അപ്പം ഭയങ്കരമായിട്ട് ട്രിഗറാവും. പിന്നെ എനിക്ക് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും ഞാൻ. അതുകൊണ്ട് ഞാനങ്ങനെ എണ്ണ തേച്ചിടുന്ന ശീലമില്ല, അതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആവുന്നുണ്ട്. നല്ല കണ്ടീഷണറും യൂസ് ചെയ്ത് നല്ല ഒരു എണ്ണ കാച്ചിയെടുക്കാനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആയുർവേദ പച്ചമരുന്നുകളൊക്കെ ഇട്ട്, പച്ചില മരുന്നൊക്കെ ഇട്ട് ഒരു എണ്ണ കാച്ചിയെടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ ഉണ്ടാവും. ആരെങ്കിലും ഒന്നിച്ച് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും പറ്റത്തില്ല. അപ്പോൾ അച്ഛനൊരു ദിവസം ലീവ് ഉള്ളപ്പോൾ ഒരു മേ ബി സൺഡേ ചെയ്യാം നമുക്ക്, സൺഡേ. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാം എങ്ങനെയുണ്ട്, എൻ്റെ ഹെയർ വളർന്നോ. അപ്പോൾ മുടി കൊഴിച്ചിലും ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, വലുതായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇനി ചിലർ പറയാം ആഴ്ചയിൽ 2 ദിവസം ഹെയർ വാഷ് ചെയ്യാവൂ, അപ്പം മുടി നല്ലതുപോലെ നിൽക്കും. പക്ഷെ എനിക്കത് പറ്റത്തില്ല കേട്ടോ. ഞാൻ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യും, പക്ഷെ അപ്പോഴെനിക്ക് അങ്ങനെ അധികം മുടി കൊഴിയത്തില്ല. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ 2-3 ദിവസത്തിലൊരിക്കൽ അങ്ങനെ അത് പറഞ്ഞ് അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് മുടി കൊഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി. പക്ഷെ അപ്പോഴായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ആയി തുടങ്ങിയത്. എന്തോ എനിക്ക് ശീലമല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി എന്നെ ഹെയർ വാഷ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഹെയറിന് ഇഷ്ടം. അപ്പോഴത് പൊഴിഞ്ഞു പോകാറില്ല, പോകാറുണ്ട്, വലുതായിട്ട് പോകത്തില്ല. ഒരു മിനിമം ഒരു 5 to 6 ഹെയർ സ്ട്രാൻഡ്സ് മാത്രമേ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യാണ്ടിരുന്നിട്ട് ഒരു ദിവസം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പൊഴിഞ്ഞു പോകും. അപ്പം എന്ന് ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് എന്നും കണ്ടീഷണറും ഷാമ്പൂ ഇടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 ഒക്കെ ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യും. 2 ദിവസം ആഴ്ചയിൽ 2 ദിവസമാണ് അപ്പം തലയിൽ എണ്ണ തേച്ചിടുന്നതും. എണ്ണ തേച്ച് അങ്ങനെ ഇടാറൊന്നുമില്ല. 5 minutes മോർ, എൻ്റെ മാക്സിമം 5 minutes ആണ്. അതിന് കൂടുതൽ ഞാൻ ഇട്ടിരുന്ന് കഴിഞ്ഞാലും എന്നെ തലവേദനയാവും, ജലദോഷം വരും, അങ്ങനെയൊക്കെ. സോ വളവളാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അതിനുള്ളിൽ കുറച്ച് നേരം നമുക്കുള്ള റിവൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്കറിയാം ബെഡ് ഇരുന്ന് എഴുതുന്ന പരിപാടി നല്ലതല്ല. എന്തോ താഴെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ മേളിൽ ഇതാകുമ്പോൾ ഞാൻ എഴുതി അങ്ങ് ഉറങ്ങാം നൈസായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കഴിക്കുമ്പോഴോ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലോ അപ്പോൾ കാണാം. പിന്നെ കുറേ തവണ ഞാൻ ടാറ്റയും ഓക്കെയും പറയുന്നുണ്ടല്ലേ, മാറ്റണം. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ബാക്ക് അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ എടുത്ത് നോക്കും എൻ്റെ വീഡിയോസ്. ഞാൻ എന്തെങ്കിലും പറയുന്നത് എന്തെങ്കിലും മാറ്റാനുണ്ടോ അതെല്ലാം നോക്കാറുണ്ട്. നോക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും എനിക്കൊരു ഓക്കെ ഉണ്ട്, പിന്നെ ഒരു ടാറ്റയുണ്ട്. ഇത് രണ്ടും ഞാൻ എൻ്റെ മെയിനാണെന്ന് തോന്നുന്നു. രണ്ടും ഇമ്പ്രൂവ് ചെയ്യണം, മാറ്റണം. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ തവണ എടുത്തു കഴിഞ്ഞിട്ടും വീഡിയോ എടുത്ത് വെച്ച് നോക്കും എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഞാനിട്ട മെഹന്തിയാണ്, എല്ലാം പോയി, ഇച്ചിരി ഉള്ളൂ ഇനി കയ്യിൽ. പക്ഷെ ഇത് ഇളകി തുടങ്ങുമ്പോൾ ഒരു ഭയങ്കര വൃത്തികേടല്ലേ, അല്ലാണ്ട് നല്ലതായിരുന്നു. അല്ല, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കുറ്റി പറയല്ല, കൊള്ളായിരുന്നു. ഞാൻ മെഹന്തി വർക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ, ബ്രൈഡൽ മെഹന്തി ഒക്കെ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ
എന്ത് ചെയ്യുക, അജിൻ ടിജി എന്ന് പറയുന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്താൽ മതി, അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി, ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും എൻ്റെ ഓക്കെ വന്നു. കഴിക്കുമ്പോഴോ അടുത്തെന്തെങ്കിലും ചെയ്യുമ്പോഴോ കാണാം. ഫുഡ് കഴിക്കാൻ പോയാണ്. ഫുഡ് കഴിച്ച് തുടങ്ങി. ചോറ്, പരിപ്പ് കറി, ഉള്ളി തോരൻ, മീൻ. ഓക്കെ, TV ഇട്ടേക്കുവാണ്, ഞാൻ മ്യൂട്ട് ചെയ്തു. കഴിച്ചിട്ട് കാണാം. കഴിച്ചിട്ട് നമുക്ക് ഒരു വെള്ളം വയ്ക്കുന്നത് കാണാം, അല്ല കഴിക്കുന്നത് കാണാം. എല്ലാം ഇങ്ങനെ എടുത്ത് ഹലോ, ഒരുറക്കമൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ ടൈം ഒരു 4:35 ആയിട്ടുണ്ട്. ഇനി ഫ്രഷായി കുളിച്ചൊന്ന് റെഡിയായി ട്യൂഷന് പോകണം. ട്യൂഷൻ 5 മണിക്കാണ്, ട്യൂഷൻ എടുക്കാൻ പോകണം. പോയിട്ട് വന്ന് കാണാം. പോയിട്ട് വന്ന് അടുത്ത ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ലേറ്റാവും കഴിയാൻ, ഒരു 7:30 8 മണിയൊക്കെ അടുപ്പിച്ചാവും. അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അമ്മ എത്തിയിട്ടുണ്ട്, അമ്മ താഴെ ഉണ്ട്, ഉറങ്ങുമായിരിക്കും. ഇനി അച്ഛൻ വന്നിട്ട് എന്തായാലും ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇനി അടുത്ത് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നിട്ട് ഷട്ടിൽ കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇരുട്ടും എത്തുമ്പോഴേ, ഞാൻ ട്യൂഷൻ കഴിയുന്ന 2 ട്യൂഷനുള്ളതുകൊണ്ടേ എല്ലാ ദിവസവും ട്യൂഷൻ 2 എണ്ണം കാണത്തില്ല. 1 എണ്ണം ഫിക്സ്ഡാണ്, എല്ലാ ദിവസവും ഉണ്ട്, സൺഡേസിലില്ല. പക്ഷെ പിന്നെ 1 എണ്ണം ആഴ്ചയിൽ 3 ദിവസം അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം അതില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഷട്ടിൽ കളിക്കാറുണ്ട്. അപ്പം ഇന്ന് ഷട്ടിൽ കളി നടക്കത്തില്ല, 2 ട്യൂഷനുണ്ട്. കഴിയുമ്പോൾ ഒരു 7:30 8 മണിയൊക്കെ അടുപ്പിച്ചൊക്കെ ആവും. അപ്പോൾ ഓക്കെ, ഞാൻ ഫ്രഷായി പോട്ടെ, പോകുമ്പോൾ കാണാം. ഫ്രഷായി ഇനി ട്യൂഷന് പോവാണ്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നൈറ്റ് തന്നെ ആയിരിക്കും ഇനി കാണാൻ പറ്റുക. നൈറ്റ് കാണാം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. സോ സിമ്പിൾ ഡേ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ തരാം.